ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തുള്ള ബന്ധത്തിലെ നിമിഷം ഞങ്ങളായിരിക്കുന്നുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട രംഗത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അവരുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരുവാൻ കർത്താവെ നീ ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാനിടയെ ബലപ്പെടുത്തണം, തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥനയിടിക്കാനുള്ള സ്തോത്രം സകലം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ നിമിഷം ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ ദിവസവും ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അല്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ ചിന്തകൾ, വചനത്തിൻ്റെ ധരിക്കുന്ന ചിന്തകൾ നമുക്ക് ഗ്രഹിക്കുവാനിടയായി തീർന്നു. കേൾക്കാരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ തുടർമാനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാക്യം തന്നെ ഇന്നത്തെ ക്ലാസ്സിലും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 111 സങ്കീർത്തനം, അതിൻ്റെ അവസാനത്തെ വാക്യം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഈ വാക്യത്തെക്കുറിച്ചാണ് നാം ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 ക്ലാസ്സും കൂടെ ഈ വാക്യത്തെക്കുറിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുവാനിടയിൽ തീർന്നത്, 2 ആഴ്ചയായിട്ട് ഞാൻ ചിന്തിച്ചത് നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാനിടയായി തീർന്നത്. വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നല്ല കാര്യങ്ങൾ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ശുശ്രൂഷ തലത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടുത്ത വാക്കാണ് നല്ല ബുദ്ധി ഉണ്ട്. ബുദ്ധി എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഇവിടെ വായിച്ചു കേട്ടത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. നല്ല ബുദ്ധി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചിന്തിക്കുവാനൊക്കെയുള്ള ഒരു കഴിവിനെയാണ് ബുദ്ധി എന്ന് നമുക്ക് പറയാം. ബുദ്ധി എന്നതിനെക്കുറിച്ച് ഒരു നിർവചനം പറയപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഒരു നിർവചനം പറയുവാൻ ആഗ്രഹിക്കുന്നു. ബുദ്ധി എന്നത് സംഭവിച്ചതും സംഭവിക്കാത്തതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ കാര്യങ്ങളും ദൈവത്തിൻ്റെ തത്വങ്ങളെയും പ്രകൃതി പദാർത്ഥങ്ങളെയും ഗുണദോഷങ്ങളെയും വിവേചിച്ച് മനസ്സിലാക്കുന്ന കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാത്തതും നമുക്ക് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അല്ലെങ്കിൽ അദൃശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. മാത്രമല്ല, ദൈവത്തിൻ്റെ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവം നമ്മോട് അറിയിക്കുന്ന പല കാര്യങ്ങളും, പ്രകൃതിയിലും കാണപ്പെടുന്ന ഓരോ വ്യത്യാസങ്ങളും ഓരോ പദാർത്ഥത്തെക്കുറിച്ചും
ഗുണദോഷങ്ങളെയും എന്ന് പറഞ്ഞാൽ നല്ലതേതാ തീയതേതാന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിവേചിച്ച് തരംതിരിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോയി അതിനെ തിരഞ്ഞെടുക്കുന്ന ആ കഴിവിനെയാണ് ബുദ്ധി കൊണ്ട് തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമുക്ക് ബുദ്ധി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് പറഞ്ഞതിൻ്റെ ആശയമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിലെ നാം പഠിക്കുന്ന നിമിഷത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം ഈ സകലമാന അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും വെച്ച് 2 ഗ്രൂപ്പുകളായിട്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വേർതിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനാധാരമായി നമുക്ക് 2 വാക്യം വായിക്കപ്പെടാവുന്നതാണ്. അതിലൊന്നാമത്തെ ഗ്രൂപ്പ് ബുദ്ധിയുള്ളവരും 2 ബുദ്ധിയില്ലാത്തവർ. ലോക ജനതയെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 2 തരത്തിൽ ചിന്തിക്കുവാൻ വിശുദ്ധ ബൈബിളിൽ നിന്നും 2 വാക്യം നമുക്ക് തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീരട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത് വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാമത് വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ താൻ ഉപമയിൽ കൂടിയും സാദൃശ്യങ്ങളിൽ കൂടിയൊക്കെയാണ് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നാം വലിയ തത്വങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകാതെ വരുന്നതുകൊണ്ട് ചില ഉദാഹരണങ്ങൾ, ചില കഥകളൊക്കെ പറയുമ്പോൾ അത് സാധാരണ ജനങ്ങൾക്കത് മനസ്സിലാകുവാനിടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് വളരെ ലളിതമായിട്ടാണ് ആ തലമുറയോട് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആൾക്കാരോട് സംസാരിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം ചില കാര്യങ്ങൾ താൻ പറഞ്ഞു വന്നതിന് ശേഷം എടുത്തു പറയുന്ന ഒരു വാക്യമാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. 2 ഭവനത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾ പാറമേൽ വീട് പണിതു, മറ്റൊരാൾ മണലിന്മേൽ വീട് പണിതു. 2 പേരുടെയും ഭവനത്തിൻ്റെ പണികളൊക്കെ തീർന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. കാറ്റും മഴയും എല്ലാം ഈ 2 ഭവനത്തിനും പ്രതികൂലമായി വരുവാനിടയായിത്തീർന്നു. എന്നാൽ പാറമേൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന ഭവനത്തിന് ഒരു കുഴപ്പവുമില്ലാതെ തന്നെ അത് നിലനിൽക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിൽ മണലിന്മേൽ വീട് അടിസ്ഥാനപ്പെട്ട് പണിതായിരിക്കുന്ന വീടിന് അതിന് പ്രതികൂലത്തിൽ അത് തകർന്നു പോകുവാനിടയായിത്തീർന്നു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നാണ് ഇവിടെ വായിച്ച് കേൾക്കുന്നത്. അതിൽക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അടുത്തടുത്ത ക്ലാസ്സുകളൊക്കെ ആ വിഷയം വരുന്നതുകൊണ്ട് ഞാൻ വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ വിഷയം ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ലോക ജനതയെ മൊത്തം ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് വേർതിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പുകാർ ബുദ്ധിയുള്ളവർ. അത് എങ്ങനെയാണ്? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് അനുസരിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകാരുണ്ട്. അല്ലെങ്കിൽ സകലമാന ആൾക്കാരെയും ആ ഗ്രൂപ്പിൽ പെടുത്തണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കർത്താവ് തിരിക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിൽ പറയപ്പെടുന്നത് ഇതേ പുസ്തകം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 2-ാമത് വാക്യം. മത്തായി സുവിശേഷം 25-ന്റെ 1-ഉം 2-ഉം കൂടെ ഞാൻ വായിക്കുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ഇവിടെയും കർത്താവ് ഒരു ഉദാഹരണത്തിന് സഹിതം പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തും കൊണ്ട്
പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകുന്നു. അവരിൽ 5 പേർ, ആ 10 പേരെ 2 ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. അതിൽ ഒന്നാമത്തത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. അപ്പോൾ ഒന്നാമത് ചിന്തിച്ചത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും ബുദ്ധിയുള്ളവരാണ്. ഇവിടെ വായിച്ചിരിക്കുന്നത് ഈ 10 കന്യകമാരിൽ ഒരു ഗ്രൂപ്പ് ബുദ്ധിയില്ലാത്തവർ. ഇവിടെ 2 ഉദാഹരണം കാണിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. അത് ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ എടുത്ത് കാണിക്കുന്നു. എന്നാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധി ഉള്ളവരും ബുദ്ധിയില്ലാത്തവരും. അപ്പോൾ ബുദ്ധിയുള്ളവർ എന്താണ് ചെയ്തത്, ബുദ്ധിയില്ലാത്തവർ ഇവിടെ എന്താണ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 പേർ ബുദ്ധിയില്ലാത്തവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് ബുദ്ധിയോടുകൂടി അവർ പ്രവർത്തിച്ച ഒരു ഗ്രൂപ്പും, ആ സാഹചര്യം എന്തായിരുന്നാലും അവർ അത് മൈൻഡ് ചെയ്യാതെ ആ വിളക്ക് മാത്രം എടുത്ത്, അത്യാവശ്യം എണ്ണ മാത്രം എടുത്ത് അവർ വിളക്കൊക്കെ തെളിയിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ എണ്ണ കരുതാതെ അല്ലെങ്കിൽ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ അങ്ങനെ തന്നെയാണ്. ദൈവവചനം കേൾക്കാതെയും ദൈവവചനം അനുസരിക്കാതെയും ദൈവപ്രമാണത്തിൽ നിന്നും മാറി അവരവർക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ലോകജനതയെ മൊത്തത്തിൽ ബുദ്ധിയുള്ളവരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും 2ആയിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. തിരുവചനം നമുക്ക് ചിന്തിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ മനുഷ്യജാതിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി 7 വിധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഓരോന്നിനെക്കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ അല്പമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിലൊന്നാമത്തെ കാര്യം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്യത്തിൽ തന്നെയുള്ള കാര്യമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ നല്ല ബുദ്ധി എന്ന് പറയുന്നത് അത് യഹോവ ഭക്തിയിൽ കൂടിയാണ് നമുക്ക് ലഭ്യമായിത്തീരുന്നത്. ദൈവം ഈ ബുദ്ധിയെല്ലാം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിട്ടുണ്ട്. നമ്മളത് വിനിയോഗിക്കേണ്ടതനുസരിച്ചാണ് അതിൻ്റെ വളർച്ച നമുക്ക് അനുഭവമാക്കി തീർക്കാൻ ഇടയായിത്തീരുന്നത്. ഇവിടെ വായിച്ചിരിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. എന്ത് കാര്യമാണെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം നാം അതിനെ, ആത്മീയമാണെങ്കിലും ഭൗതികതലമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും നല്ല രീതിയിൽ ചെയ്താൽ നമുക്കത് നല്ലതായിട്ട് നമുക്കത് പ്രയോജനമായി തീരുവാനിടയായിത്തീരും. അപ്പോൾ ആ നല്ല ബുദ്ധി കരസ്ഥമാക്കണമെങ്കിൽ, നല്ല രീതിയിൽ ചിന്തിക്കണമെങ്കിൽ നമുക്കൊരു പ്രമാണം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതും പ്രകാരം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് അനുഭവമാക്കുവാനിടയായിത്തീരുന്നത്. 111 സങ്കീർത്തനം അതിൻ്റെ 11ാമത് വാക്യമാണ് നല്ല ബുദ്ധി എന്ന് പറയുന്നത്. 2ാമത്തെ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനബുദ്ധി. വെളിപ്പാട് 17:9 നമുക്ക് മനസ്സിലാക്കുമ്പോൾ അവിടെ വായിക്കാൻ സാധിക്കുന്നത് ജ്ഞാനബുദ്ധി കൊണ്ട് ആവശ്യം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ 2ാമത്തെ ഭാഗം ജ്ഞാനത്തിലുള്ള ആ ജ്ഞാനം നമ്മൾ 2ാമത്തെ 3ാമത്തെ ക്ലാസ്സിൽ നാം ചെയ്തായിരുന്നു. ജ്ഞാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം പഠിക്കാനിടയായിത്തീർന്നു. ഈ ജ്ഞാനം ലഭിക്കപ്പെടുന്നത് ദൈവഭാഗത്തു നിന്നാണ്. ഉയരത്തിലെ ജ്ഞാനമാണ് നാം പ്രാപിക്കേണ്ടത്. അത് ശലോമോന് ലഭിച്ച കാര്യങ്ങളും ദൈവമക്കൾക്കായിരിക്കുന്ന നമുക്കോരോരുത്തർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അത് സൗജന്യമായി ലഭിക്കുന്നു. ആ ജ്ഞാനം നാം പ്രാപിക്കുമ്പോൾ ദൈവം നമുക്കൊരു ബുദ്ധിയും കൂടെ നമുക്ക് തരുന്നുണ്ട്. അതാണ് നമ്മുടെ ബുദ്ധിയുടെ വളർച്ച പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ കാര്യം ജ്ഞാനബുദ്ധി എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ നല്ല ബുദ്ധി ഉള്ളവർക്കുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഇത് മുമ്പേ നമ്മൾ പ്രാരംഭത്തിൽ മുഖവരിയായി നാം പറയാനിടയായിത്തീരുന്നു. ഗുണദോഷങ്ങളെ തിരിച്ചറിയും, പുതിയ പുതിയ അറിവുകൾ കണ്ടുപിടിക്കും, അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിതരണം ചെയ്യും, വിജയം വരുന്നത് വരെ പരിശ്രമിക്കും, നയപരമായി പെരുമാറും. അങ്ങനെ വിവിധ തലത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട്
ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് നല്ല ബുദ്ധി ഒരാളുടെ ലക്ഷണമെന്ന് പറയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഗുണദോഷങ്ങളെ തിരിച്ചറിയും. എന്താണ് നല്ല കാര്യങ്ങൾ, നമുക്ക് ദോഷമായിരിക്കുന്ന കാര്യങ്ങളെ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാനും പുതിയ പുതിയ അറിവുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതും പഠിച്ച് മനസ്സിലാക്കുന്നതും പ്രാരംഭ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കാൻ ഇടയായിത്തീർന്നു. അറിവുകൾ നമ്മൾ സമ്പാദിക്കപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പാരമ്പര്യമായി നമുക്ക് ലഭിക്കപ്പെടുന്ന അറിവുകളുണ്ട്, ഓരോ പരീക്ഷണാർത്ഥം നമുക്ക് ലഭിക്കപ്പെടുന്ന അറിവുകളുണ്ട്, ശാസ്ത്രീയപരമായി നമുക്ക് ലഭിക്കുന്ന അറിവുകളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വിഷയം പഠിക്കുമ്പോൾ ഗുരുവിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സ്വന്തം പരിശ്രമം കൊണ്ടും ഒക്കെ കാലക്രമേണ കൊണ്ടും നമുക്ക് അറിവുകളെ സമ്പാദിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഇടയായിത്തീർന്നു, ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രാരംഭ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ അതുണ്ടല്ലോ. അങ്ങനെ നമുക്കതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിവുകൾ നമുക്ക് സമ്പാദിക്കാൻ ഇടയായിത്തീരും. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെയിൽ നിന്ന് വരെയും എന്തെങ്കിലും ഏത് വിഷയമാണെങ്കിലും അത് നമുക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കപ്പെട്ടാൽ അത് നല്ലതാണെന്ന് മനസ്സിലാക്കി പ്രയോജനമുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ഉള്ളിൽ കരസ്ഥമാക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, അത് ഉള്ളിൽ സംഗ്രഹിക്കാൻ നാം തയ്യാറായിരിക്കണം. അതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ, ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ആ അറിവിനെക്കുറിച്ച് പറയുമ്പോൾ ആ ബുദ്ധിയോടുകൂടി നാം ചെയ്യുമ്പോൾ നമുക്ക് അറിവുകളെ സമ്പാദിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ അത് കണ്ടുപിടിച്ച് അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കുന്നതിലാണ് ഭാവി നമുക്ക് അത് പ്രകാരം നമുക്ക് വിനിയോഗിക്കുന്നത് മനസ്സിലാക്കുന്നതിലാണ് നമുക്കത് ബുദ്ധി കൈകാര്യം ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. പിന്നെ വിജയം കൈവരുന്നവരെ ഒരു പരിശ്രമശീലം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് അത് ഏത് കാര്യമാണെങ്കിലും പരിശ്രമശീലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വിജയത്തിലേക്ക് എത്തപ്പെടുവാനിടയായിത്തീരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കാര്യം ഈ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ നല്ല ബുദ്ധി നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ യഹോവ ഭക്തി നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ദൈവമായിട്ടുള്ള ഒരു ബന്ധം അത് നമുക്ക് കരസ്ഥമാക്കുമ്പോൾ ആ ബുദ്ധി നമുക്ക് ഈ നല്ല ബുദ്ധിയും ഈ ജ്ഞാനബുദ്ധിയും നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നാണ് തിരുവചനം നമ്മെ സൂചിപ്പിക്കപ്പെടുന്നത്. അടുത്ത ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ അല്പബുദ്ധിക്കാരൻ, അല്പബുദ്ധി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനം 19 അധ്യായം 7 വാക്യം. സങ്കീർത്തനം 19:7 ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു: യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അപ്പം അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണം ഒരു ചിന്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: കാരണം കൂടാതെ കോപിക്കും, കാര്യമില്ലാതെ സംസാരിക്കും, അപരിചിതന്മാരെ വിശ്വസിക്കും, ആവശ്യമില്ലാത്ത ചുമതല വഹിക്കും, മനോരാജ്യം കൊണ്ട് ധനികരാകും, അലസനായി കഴിഞ്ഞുകൂടും, ബലവാന്മാരോട് മത്സരിക്കും, സാധുക്കളെ ഉപദ്രവിക്കും, വിദ്വാൻമാരോട് മത്സരിക്കും, സ്വാർത്ഥനായി കഴിയും, അസൂയ ഭവിക്കും, വിദ്വാൻമാരോട് കയർക്കും, സ്നേഹമുള്ളവരെ തമ്മിൽ ശത്രുക്കളാക്കും. ഇങ്ങനെ ചില കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് കാരണം കൂടാതെ കോപിക്കും എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണ സഹിതമൊന്നും കേൾക്കാതെ വണ്ണം, ആദ്യം ചിന്തിച്ച പോലെ ഗുണദോഷങ്ങളെ ഒന്നും ചിന്തിക്കാതെ വണ്ണം പെട്ടെന്ന് തന്നെ തനിക്ക് കോപമുണ്ടാകുവാനിടയെത്തീരും. പിന്നെ കാര്യമില്ലാതെ സംസാരിക്കും. സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ലെങ്കിലും ചുമ്മാതെ ഓരോ കാര്യങ്ങളൊന്നുമില്ലാതെ ഗൗരവമേറിക്കുന്ന കാര്യങ്ങളൊന്നുമല്ലാത്ത രീതിയിൽ സംസാരിക്കുവാനിടയായിത്തീരും. അങ്ങനെ അതുകൊണ്ടൊരു പ്രയോജനമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപരിചിതരെ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരുടെയും വിശ്വാസം ഉണ്ടെങ്കിലും പലരുടെയും വിശ്വാസം എന്ന് പറയപ്പെടുന്ന വ്യക്തിപരമായുള്ള വിശ്വാസം
ഒരു പരിധിയിൽ കൂടുതൽ ഒരാളെ വിശ്വസിക്കാൻ ആൾക്കാരും വിശ്വസിക്കത്തില്ല, അല്ലേ? എന്നാൽ വിശ്വാസം എന്ന് പറയപ്പെടുന്നത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിലേക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും വിശ്വാസം എന്നത് ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. എന്നാലും അത് തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. നമുക്കത് വിഷയമിട്ട് പഠിക്കുവാനുണ്ട്. തുടർന്നുള്ള ക്ലാസ്സിലൊക്കെ അതൊന്ന് എടുക്കുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അപരിചിതരെ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ അല്പബുദ്ധിക്കാരൻ അവരെ എന്ത് ചെയ്യും? പൂർണ്ണമായി വിശ്വസിക്കുവാനിടയത്തരും. പല കാര്യങ്ങൾക്ക് അവർക്കത് അപകടകരമായി തീരുവാൻ ഇടയായി തീരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞു കേൾക്കുന്നത് ആവശ്യമില്ലാത്ത ചുമതല വഹിക്കും എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യമായ ഓരോ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾ പോലും അത് ചില ചുമതലകൾ ഏറ്റെടുത്ത് ഏറ്റവും ഒടുവിൽ അത് വലിയൊരു നാശത്തിനിടയായി തീരുവാനുണ്ട്. ഇതൊക്കെ ഒരു അല്പബുദ്ധിക്കാരൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരാംശം. അടുത്ത ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ വക്രബുദ്ധി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വക്രബുദ്ധി? അടുത്തിട്ട് പറഞ്ഞത് വക്രബുദ്ധി. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 11-ാമത് വാക്യം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 11-ാമത് വാക്യം. പത്തും കൂടെ കൂട്ടി വായിക്കുന്നു. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നതാണ്, വായിച്ച് കേട്ടിരിക്കുന്നത്. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഭയിൽ ഭിന്നത വരുത്തുന്ന ആളിനെക്കുറിച്ച് പൗലോസ് പ്രബോധിപ്പിക്കുന്നതാണ്. ഇത് പുറത്തുള്ള ആളല്ല, വിശ്വാസികളുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ സഭയുടെ കൂട്ടത്തിൽ, സഭയ്ക്കകത്തുള്ളവരുടെ കൂട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ ഭിന്നത വരുത്തിയിരിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കിയതിന് ശേഷം ആ വ്യക്തിയോട് ബുദ്ധിയോടുകൂടി ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി അവൻ ആ തെറ്റിനെ മനസ്സിലാക്കി അത് ക്രമപ്പെടുത്തി ജീവിതം ക്രമീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, അവർ പറഞ്ഞിട്ട് ബുദ്ധി ഉപദേശിച്ചിട്ട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞതിന് ശേഷം ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ സംസാരിച്ചിട്ട് അത് വേണ്ട രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നുള്ളതാണ് അവിടുത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ അകത്തുള്ള ആൾക്കാരോട് പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അകത്തുള്ളവരോട് മാത്രം പറയുക എന്നുള്ളതല്ല, പൊതുവായി പറയുന്നതാണെങ്കിലും ഇവിടെ അത് സഭയിൽ ഭിന്നത വരുത്തുന്നതിനെക്കുറിച്ച് ആളിനെക്കുറിച്ച് അവിടെ പൗലോസ് എടുത്തു പറയുന്ന കാര്യമാണ് നാം വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ തലമുറയിൽ പുറത്തുള്ളവരോടും അകത്തുള്ളവരോടും ഒരുപോലെ നമുക്കത് പറയാൻ സാധിക്കും. എന്താണ്? ഏത് വിഷയമാണെങ്കിലും എന്താണ് ഗുണദോഷങ്ങളെ ഏത് വിഷയത്തിലാണ് ഭിന്നത വരുത്തിയിരിക്കുന്നത് ആ ആളിൻ്റെ സംസാരം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പ്രിയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി പറഞ്ഞത് തെറ്റായി, ഇന്ന കാര്യങ്ങളെന്ന് ക്രമീകരിക്കണം, അത് ബുദ്ധിയോടുകൂടി ചെയ്യണം, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്യണം? അതിനെ പ്രബോധിപ്പിച്ച് സഭയിലെ ആ ഭിന്നത മാറ്റി അവരെ നേരായ രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങല്ലാത്ത പക്ഷം അതിനെന്ത് ചെയ്യും? അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ആളെ ഒഴിവാക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപടിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 11-ാമത് വാക്യത്തിൽ. ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? വക്രബുദ്ധിയായി പാപം ചെയ്തു. അപ്പോൾ വക്രബുദ്ധി എന്ന് പറയുന്നത് ഒരു പാപമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ
സമ്മതിക്കാത്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ ക്രമീകരിക്കാൻ താല്പര്യമില്ലാത്ത ആൾ എന്താണ്? വക്രബുദ്ധിയായി പ്രവർത്തിക്കുന്നു. അത് പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പം ദൈവം ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് മുഴുവൻ കൊടുത്തിരിക്കുന്ന ഒരു ബുദ്ധിയാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വക്രബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ബുദ്ധി പല രീതിയിലുണ്ടെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിന്തിച്ച് തീത്തോസ് ലേഖനത്തിൽ പറഞ്ഞത് ഒരു വക്രബുദ്ധി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനെ എന്ത് ചെയ്യണം? അകറ്റിക്കളയണം എന്നാണ് തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദുർബുദ്ധി എന്നാണ് പറയപ്പെടുന്നത്. ദുർബുദ്ധി 2 തിമോഥെയോസ് 3:8 വാക്യം. 2 തിമോഥെയോസ് 3:8 വാക്യം വായിക്കുന്നു. എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ എന്നാണ് കൈപ്പെടുത്തിക്കും. ചില കാര്യങ്ങൾ 3:1 മുതൽ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളിൽ വരും. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും, അങ്ങനെ കുറച്ച് ഇന്നത്തെ ഈ തലമുറയെക്കുറിച്ച് പൗലോസ് എടുത്തു പറയുന്ന ഭാഗമാണ് ഈ 3-ാം അധ്യായത്തിലെ തുടർന്നുള്ള വാക്യങ്ങൾ. അങ്ങനെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് പറഞ്ഞു വരികയാണ്. വന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ, അത് പഴയ നിയമത്തിൽ അതിൻ്റെ എതിർത്ത് നിന്നതുപോലെ, മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ഇവരെന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? സത്യത്തോട് മത്സരിക്കുന്നവർ നീതിയും ന്യായവും ഇവർക്ക് കേൾക്കേണ്ട. ഇതും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. ദൈവത്തിനോട് അല്ലെങ്കിൽ ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്നു, മറുത്തു നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ദുർബുദ്ധി ഉണ്ടായുള്ള പ്രശ്നം വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ അത്രമാത്രമേ എന്നോട് രേഖപ്പെടുത്തുകയും, വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ എന്ന് പറഞ്ഞാൽ ഈ ദുർബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ലോകത്തിലുള്ള അങ്ങനെ ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് എന്നാണ് തിരുവചനം സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ദൈവവചന പ്രകാരം വ്യവസ്ഥ ഇല്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധി ഉണ്ട് എന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ദുർബുദ്ധിയുള്ളവർ സത്യം അവർക്ക് കേൾക്കേണ്ട, നീതി എന്താണെന്ന് അവർക്ക് അറിയണ്ട, ന്യായത്തോട് അവർക്ക് യാതൊരു അനുകൂലവുമില്ല, അതൊന്നും അവർക്ക് കേൾക്കണ്ട. അവർ എന്താണോ അവരുടെ ഉള്ളിൽ ഉള്ളത് അതിനെ പ്രവർത്തിക്കുവാനിട അതും പ്രകാരം പ്രവർത്തിക്കാൻ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ദൈവഹിതം അല്ല എന്നാണ് തിരുവചനത്തിൽ കൂടി പൗലോസ് നമ്മോട് അറിയിക്കുവാനിടയായിത്തീരുന്നത്. അടുത്ത ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായം 28-ാമത് വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നികൃഷ്ട ബുദ്ധി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം 28-ാമത് വാക്യം വായിക്കുന്നു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിക്കുക. അപ്പോൾ ദൈവസ്നേഹം മനസ്സിലാക്കി അതിനെ പിൻപറ്റുവാൻ മനസ്സില്ലാത്തതിനാൽ ദൈവം എന്താണ് ചെയ്തത്? ദൈവം മനസ്സിലാക്കി അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. കുറച്ച് ഈ 1-ാം അധ്യായത്തിൽ 23 ദോഷവശങ്ങൾ അവർക്കുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ജ്ഞാനം എന്നുള്ള ക്ലാസ്സിൽ അല്പമായി ഇത് വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനം എന്നതിനെക്കുറിച്ചുള്ള പോയിന്റിൽ ഇത് സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരോട് അവരുടെ പ്രവർത്തനം മനസ്സിലാക്കിയിട്ട് ദൈവസ്നേഹം മനസ്സിലാക്കി അതിനെ ദൈവത്തെ പിൻപറ്റുവാൻ മനസ്സില്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതുകൊണ്ട് അവരോട് എന്താണ് ചെയ്തത്? ദൈവം അവരെ തടഞ്ഞു കളയുവാൻ, അവരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഉപേക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. അതിൻ്റെ കാരണം അവരുടെ നികൃഷ്ട ബുദ്ധിയാണ്. അത് ഈ ലോകത്തിലായിരിക്കുന്ന നമുക്കും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായാൽ ദൈവവും നമ്മെ കൈവിടുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദൈവം അനുവദിക്കപ്പെടുകയാണ് ഉചിതമല്ലാത്തത് ചെയ്യുവാൻ
എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വ്യർത്ഥബുദ്ധി എന്നുള്ളതാണ്. വ്യർത്ഥബുദ്ധി എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-ാമത് വാക്യം. ഇവിടെ വായിച്ചത് എഫേസ്യ ലേഖനം 4:17. അടുത്തൊരു പോയിൻറ്റും കൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പോയിൻറ്റും കൂടെ ഈ വാക്യം തന്നെയാണ്, അന്ധബുദ്ധി എന്ന് പറയും. എഫേസ്യർ 4:18 രണ്ടും കൂടെ നമുക്ക് ചിന്തിക്കാം. എഫേസ്യർ 4:17-18. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. 18-ാം വാക്യം. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്ന ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, പൗലോസ് പറയാണ്, കർത്താവിനെ സാക്ഷി നിർത്തി നമ്മോട് പറയുന്നു, ജാതികളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അപ്പോൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റുന്ന പാതകളുണ്ട്. നടക്കരുതെന്ന് പറയുന്ന കാര്യമുണ്ട്, നടക്കാൻ പറയുന്ന കാര്യമുണ്ട്. എങ്ങനെ നടക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കുവാനായിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു കാര്യമാണ്, ജാതികൾ വ്യർത്ഥബുദ്ധി അനുസരിച്ച് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഒരു ദൈവ പൈതൽ ജാതികൾ നടക്കുന്നത് പോലെ നടക്കാൻ പാടില്ല എന്ന്. പിന്നെ എങ്ങനെ നടക്കണം, എപ്രകാരം നടക്കണം? നടപ്പ് എന്ന് പറയപ്പെടുന്ന ജീവിതത്തിൻ്റെ പ്രമാണത്തെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ തിരുവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുന്നതിനാണ് ഇവിടെ നടപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അല്പമായി ചിന്തിച്ചായിരുന്നു. യഹോവ ഭക്തൻ ആര് എന്നുള്ള, നേരായി നടക്കുന്നവൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് അല്പമായി ചിന്തിക്കുവാനിടയിത്തീർന്ന ആ ഭാഗത്ത് അതുതന്നെയാണ് ഇവിടുത്തെ അർത്ഥം. എന്ത് ചെയ്യുന്നു? ജാതികളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന്, ദൈവത്തിന് ഉദാഹരണമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നും അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാവിധമായിരിക്കുന്ന ദോഷപ്രവൃത്തികളും ചെയ്യുവാനായിട്ട് അവർ ദൈവത്തിൽ നിന്ന് അകന്ന് ചെയ്യാനുള്ള കാരണം അവരുടെ ഉള്ളിൽ എന്താണ്? വ്യർത്ഥബുദ്ധിയും അന്ധബുദ്ധിയും അവരിലുള്ളത് കൊണ്ട് അത് ജാതികൾ നടക്കുന്നത് പോലെ അവർ നടക്കുന്നു. ആകയാൽ ദൈവ പൈതൽ അങ്ങനെ നടക്കരുതെന്നാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഈ നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ തിരുവചനം പറയുന്നത് പോലെയും ദൈവം നമ്മോട് അറിയിക്കുന്നതനുസരിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അല്പം ചെറിയൊരു തോതിൽ ഇന്ന് ഈ ക്ലാസ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ബുദ്ധി പല രീതിയിലും തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിന് അല്പമായി ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനിടയായി തീർന്നത്. നല്ല ബുദ്ധിയുണ്ട്, ജ്ഞാനബുദ്ധി, അല്പബുദ്ധികാരൻ, വക്രബുദ്ധി, ദുർബുദ്ധി, നികൃഷ്ടബുദ്ധി, വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി. അപ്പോൾ ഈ ബുദ്ധിയെല്ലാം ദൈവം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലെ സംബന്ധിച്ച് ഏത് ബുദ്ധിയാണ് നാം പ്രാപിക്കേണ്ടത്? നല്ല ബുദ്ധിയും ജ്ഞാനബുദ്ധിയും നമുക്കത് കരസ്ഥമാക്കണം. അമ്പെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? യഹോവ ഭക്തിയോടെ ജീവിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധി ഇരിക്കുന്നുവെങ്കിൽ നമുക്കെന്ത് ചെയ്യും? ആ നല്ല ബുദ്ധിയെ പ്രാപിക്കാൻ വേണ്ടി ഇടയത്തരം. അതാണ് തുടർന്നുള്ള ഈ ക്ലാസ്സുകളെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്യത്തിൽ നിന്നാണ്
പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. 1-2 ക്ലാസ്സും കൂടെ ഈ വാക്യത്തിൽ കൂടെയുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കും. ദൈവമക്കൾ എല്ലാവരും ഈ വിഷയത്തോർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ തിരുവചന പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാട്ടെ. ആമേൻ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ ഈ നിമിഷം ഞങ്ങളായിരുന്നല്ലോ കർത്താവേ. അവിടെ നിങ്ങൾ അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കരായ എല്ലാ പ്രിയപ്പെട്ട രംഗത്തിൽക്കലിനെ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം. പഠിക്കുന്നതായ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നല്ല മണ്ണിൽ വീണവിത്ത് പോലായി തീരുവാൻ കർത്താവ് അവരെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാനിടയെ ബലപ്പെടുത്തിയനായി സ്തോത്രം ചെയ്യുന്ന തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥനകൾ സ്തോത്രം സകലം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.